നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കും രാജ്യത്തെ പൗരന്മാർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കുവൈറ്റ്. 3 മാസത്തിനുള്ളിൽ എല്ലാവരും വിരലടയാളം നൽകണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. വരുന്ന മാർച്ച് 1 മുതലാണ് വിരലടയാളം എല്ലാവരും നൽകേണ്ടത്. രാജ്യത്ത് എല്ലായിടത്തും വിരലടയാളം സ്വീകരിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. മെയ് 31 വരെയാണ് ഇതിനുള്ള സമയം കുവൈറ്റ് അനുവദിച്ചിരിക്കുന്നത്. വിരലടയാളം നൽകാത്തവർക്ക് 2024 ജൂൺ മുതൽ സർക്കാരിൽ നിന്നുള്ള സേവനങ്ങൾ തടയുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലാവധിക്കുള്ളിൽ വിരലടയാളം നൽകിയില്ലെങ്കിൽ ആ വിഭാഗത്തിൽ വരുന്നവരുടെ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും താൽക്കാലികമായി നിർത്തിവെക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദേശികൾക്കുള്ള താമസരേഖ പുതുക്കൽ, അതുപോലെ റീ എൻട്രി പോലുള്ള സേവനങ്ങളും തടയപ്പെടും. രാജ്യത്ത് എല്ലായിടത്തും വിരലടയാളം സ്വീകരിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. വിരലടയാളം സ്വീകരിക്കുന്നതിന് അതിർത്തി ചെക്ക് പോയിന്റുകളിലും അതുപോലെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലും രാജ്യത്തെ വിവിധ മേഖലകളിലെ കേന്ദ്രങ്ങളിലും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ പൗരന്മാർക്കും GCC പൗരന്മാർക്കും ഹവല്ലി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ്, ഫർവാനിയ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ്, അൽ അഹമ്മദി സെക്യൂരിറ്റി ഡയറക്ടറേറ്റ്, മുബാറക് അൽ കബീർ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ്, അൽ ജഹ്റ സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് എന്നിവയുൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ വിരലടയാളം നൽകാം. പ്രവാസികൾക്ക് അലി സബാഹ് അൽ സേലം, ജഹ്റ മേഖലയിലെ വ്യക്തിഗത ഐഡന്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലും വാണിജ്യ സമുച്ചയങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടറുകളിലും വിവിധ മാളുകളിലും മന്ത്രാലയ കോംപ്ലക്സുകളിലും ഈ സേവനം ലഭ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ അറിയിച്ചു. അതേസമയം പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. കുവൈത്തിന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് 912 തടവുകാർക്ക് അമീർ മാപ്പ് നൽകിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 214 തടവുകാർക്ക് ഉടൻ തന്നെ മോചനം ലഭിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 25, 26 തീയതികളിൽ വരുന്ന ദേശീയ ദിനത്തെയും വിമോചന ദിനത്തെയും വരവേൽക്കാൻ പ്രവാസികളടക്കമുള്ള കുവൈത്തിലെ ജനത ഒരുങ്ങിക്കഴിഞ്ഞു. വാണിജ്യ സ്ഥാപനങ്ങൾ നിരവധി ഓഫറുകളാണ് ഈ സമയത്ത് പ്രഖ്യാപിക്കുന്നത്. വാരാന്ത്യ അവധി അടക്കം 4 ദിവസത്തെ അവധി ലഭിക്കുന്നതിനാൽ സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്ന പ്രവാസികളുടെ എണ്ണത്തിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുവൈത്തിലെ പ്രധാന പാതകളും സർക്കാർ കെട്ടിടങ്ങളും ദീപാലങ്കൃതമായി. വിവിധ പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി കലാ സാംസ്കാരിക പരിപാടികളും ഈ ദിവസങ്ങളിൽ അരങ്ങേറും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.